പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാനിവിടെ കാണിക്കുന്നത് നല്ല അടിപൊളി ഞണ്ട് റോസ്റ്റിൻ്റെ റെസിപ്പിയാണ്. ഞാനിവിടെ മൺചട്ടിയാണ് എടുത്തിട്ടുള്ളത്. ചട്ടി നന്നായി ചൂടാകുമ്പോൾ ഒരല്പം വെളിച്ചെണ്ണ ഒഴിച്ച് നമ്മളിതിലേക്ക് 2 മീഡിയം സൈസിലുള്ള സവാള കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ജസ്റ്റ് ഒന്ന് വഴന്ന് വരുമ്പോൾ നമുക്കിതിലേക്ക് 3-4 പച്ചമുളക്, നമ്മുടെ എരിവിന് ആവശ്യത്തിന് പച്ചമുളകും ഒരു പിടി കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കാം. അതും കൂടെ ചേർത്ത് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. സവാളയൊക്കെ നന്നായിട്ടൊന്ന് വാടിക്കഴിഞ്ഞ് വന്നാൽ നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടെ ചേർത്ത് അതിൻ്റെ പച്ചമണം മാറുന്നത് വരെ നന്നായിട്ട് വഴറ്റിയെടുക്കാം. ഇപ്പോൾ ദാ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ നന്നായി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി കനം കുറച്ചരിഞ്ഞത് ചേർത്ത് കൊടുക്കാം. തക്കാളിയും കൂടെ ചേർത്ത് നന്നായിട്ട് വഴറ്റി നമുക്കിത് അടച്ച് വെച്ച് വേവിക്കാം. നമ്മളിങ്ങനെ ലോ ഫ്ലെയിമിലിട്ട് അടച്ച് വെച്ച് വേവിക്കുമ്പോൾ തക്കാളി പെട്ടെന്ന് തന്നെ കുക്കായിട്ട് കിട്ടുന്നതാണ്. അപ്പോൾ നമുക്കിത് അടച്ച് വെക്കാം. ഒരു 2 മിനിറ്റ് അടച്ച് വെച്ചിട്ട് നമുക്ക് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതാ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമുക്കിത് തുറന്ന് നോക്കാം. ഇപ്പോൾ തക്കാളിയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോഴേക്കും തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞ് ഇതിലേക്ക് ചേർന്നിട്ടുണ്ടാകും. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം. തീ ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം പൊടികൾ ചേർത്ത് കൊടുക്കാൻ, ഇല്ലെങ്കിൽ ഇത് കരിഞ്ഞു പോകും. ഇതിലേക്ക് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, വലിയ 2 ടേബിൾ സ്പൂൺ മുളക് പൊടി, കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തിട്ടുള്ളത്. 1.5 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടിയും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി ഈ പൊടികളുടെ പച്ചച്ചുവയൊക്കെ മാറുന്നവരെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മളിതിലേക്ക് ചേർക്കുന്നത് നമ്മൾ വൃത്തിയാക്കി കഴുകി വെച്ചിട്ടുള്ള ക്രാബാണ്. ഞാനിവിടെ ഒരു 1/2 കിലോ ക്രാബാണ് എടുത്തിട്ടുള്ളത്. അതിലേക്ക് വേണ്ട മസാലകളൊക്കെയാണ് ഇപ്പോൾ പറഞ്ഞത്. ക്രാബിലേക്ക് ഈ മസാലയൊക്കെ പിടിക്കുന്ന രീതിയിൽ നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒന്ന് ചെറുതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി. ഇനി നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം കൂടെ ഒഴിക്കാം. നമ്മൾ 1/2 കപ്പോളം വെള്ളം കൂടെ ഒഴിച്ച് നമുക്കിത് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് തിള വരുന്നവരെ നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ട് കൊടുക്കാം. തിള വന്നു കഴിഞ്ഞാൽ നമുക്കിത് ചെറിയ മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റി നമുക്ക് കുക്ക് ചെയ്തെടുക്കാം. ഒരു 10-20 മിനിറ്റൊക്കെ ആകുമ്പോഴേക്കും ക്രാബ് നന്നായിട്ട് കുക്കായിട്ടുണ്ടാവും. ഇനി നമുക്കിതിൻ്റെ മസാലയൊക്കെ വറ്റി ക്രാബിലേക്ക് പൊതിഞ്ഞിരിക്കുന്ന രീതിയിൽ നമുക്കിതാക്കിയെടുക്കാം. അത് കറിയോട് കൂടിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ എടുക്കാം. ഇനി നല്ല മസാലയൊക്കെ പറ്റിച്ചെടുക്കാനാണെങ്കിൽ നമ്മളൊന്നും കൂടെ ഇളക്കി കൊടുത്താൽ നമുക്ക് ഈ ഗ്രേവി മൊത്തം ക്രാബിൽ നല്ല പറ്റി ചേർന്നിട്ട് നല്ല രീതിയിൽ കിട്ടും. അപ്പോൾ നമുക്കതങ്ങനെ മസാലയൊക്കെ വറ്റുന്ന വരെ വെയിറ്റ് ചെയ്യാം. അപ്പോഴത്തേക്കും നമ്മളിതിലേക്ക് ഒരു വലിയ ടേബിൾ സ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിന് ആവശ്യത്തിന് നമുക്ക് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കാം. കുരുമുളക് പൊടിയും കൂടെ ചേർക്കുമ്പോൾ നമുക്ക് ഇതിൻ്റെ കളർ ഒന്നും കൂടെ ഒന്ന് ഡാർക്കായിട്ട് വരും. അപ്പോൾ നല്ല അടിപൊളിയാണ് ഇത് കാണാനായിട്ട്. ഇനി അവസാനം ഞാനിതിലേക്ക് ഒരല്പം പെരിഞ്ജീരകം പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവറും കൂടെ കിട്ടും. നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എടുക്കാം. ഇപ്പോൾ അതാ നമ്മുടെ മസാലയൊക്കെ നന്നായിട്ട് ചാറൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് വേണമെങ്കിൽ ഓഫ് ചെയ്യാം. ഇത് ഓഫ് ചെയ്ത് ചട്ടിയിലായതുകൊണ്ട് കുറച്ച് നേരം ഇരിക്കുമ്പോൾ തന്നെ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി നല്ല ഒട്ടും തന്നെ ചാറില്ലാതെ നല്ല കുറുകിയ രീതിയിൽ നമുക്ക് കിട്ടും. അപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്യാണ്. നമുക്കൊരു 10-15 മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോഴത്തേക്കും ഇത് നല്ല അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാകും. ഇപ്പോൾ ഇതാ ഒരു 10 മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഞാൻ തുറന്ന് നോക്കിയിട്ടുള്ളത്. ഇതാ മസാലയൊക്കെ നന്നായിട്ട് പറ്റി പിടിച്ചിട്ടുണ്ട് ക്രാബിലേക്ക്. ഇതാണ് നമ്മുടെ അടിപൊളി നല്ല സ്പൈസി ആയിട്ടുള്ള നല്ല അടിപൊളി ടേസ്റ്റിലുള്ള ക്രാബ് റോസ്റ്റ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയും ഒക്കെ നമുക്ക് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു അടിപൊളി റെസിപ്പിയാണിത്. അപ്പോൾ ബൈ ബൈ, താങ്ക് യു.